ഇതാണ് മനോഹർപൂർ. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്ന സ്ഥലം. ഈ പള്ളിയുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വന്ന ഓസ്ട്രേലിയൻ മിഷണറി ബാരിപ്പത ടൗണിൽ നിന്ന് വന്ന മറ്റ് കൂട്ടുകാർ, പിന്നെ ലയൺസ് ക്ലബിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ ഒരു കുഴിയായിരുന്നു. ഇത് റോഡൊക്കെ പിന്നീട് പൊങ്ങി വന്നതാണ്. പള്ളി അവർ റിനോവേറ്റ് ചെയ്തതാണ്. ഇതുപോലെയുള്ള അങ്ങനെ കപ്ര ഓടുകളായിരുന്നു ഇവിടെയുള്ള. ഇവിടെയാണ് 2 സ്റ്റേഷൻ വാഗൺ, നമ്മുടെ ഈ ഓൾമോസ്റ്റ് ക്വാലിസിലെ ടൈപ്പിലുള്ള വണ്ടി. ഒരു വണ്ടിക്കകത്ത് ആരും ഇല്ലായിരുന്നു. ഒരു വണ്ടിക്കകത്താണ് ഗ്രഹാം സ്റ്റെയിൻസും മക്കൾ 2 പേര് ഫിലിപ്പും തിമോത്തിയും ഇവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു പാതിരാത്രി കഴിഞ്ഞപ്പോൾ അകലേന്ന് ഒരു 10-250 ആൾക്കാർ വന്നു. യഥാർത്ഥത്തിൽ പലരും ഈ വില്ലേജിന് ചുറ്റും നിന്നു. ഈ വില്ലേജ് ഒരു ക്രിസ്ത്യൻ വില്ലേജാണ്. എന്നിട്ട് 60-60ഓളം ആൾക്കാർ വന്നിട്ട് ഓരോ വീടുകളും പുറത്തുനിന്ന് ചങ്ങലയിട്ട്, ഇവരുടെ ഡോറിൽ ചങ്ങലയിട്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബുക്ക് ചെയ്താൽ പിന്നെ വീട്ടിൽ നിന്ന് ആർക്കും പുറത്ത് വരാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ നടുക്ക് ഇതിനകത്ത് ആൾക്കാരുണ്ടായിട്ടും ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നിട്ട് ഗ്രഹാം സ്റ്റെയിൻസിനെയും പിള്ളേരെയും വണ്ടിക്കകത്ത് ദേഹോദ്രവം ചെയ്ത് ഒരു ഫയർ ചെയ്യുന്നതിൻ്റെ, ഒരു വെടിവെക്കുന്നതിൻ്റെ ഒച്ചയും കേട്ടു. അതാരെയാ വെടിവെച്ച് നമുക്കറിയത്തില്ല. അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഗ്രഹാം സ്റ്റെയിൻസ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ അവർ അനുവദിച്ചില്ല. വണ്ടിക്കകത്ത് തന്നെ ഇട്ടിട്ട് അവരെ പീഡിപ്പിച്ച് ആ അവസ്ഥയിൽ പകുതി മരണപ്പെട്ട അവസ്ഥയിൽ. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഫെബ്രുവരി 22 നൈറ്റാണ്, ജനുവരി 22 നൈറ്റാണ്. ഞങ്ങൾ ഫെബ്രുവരി വരുമ്പം ഇത്രയും വലിയ ഉണ്ടക്കല്ലുകളൊക്കെ കത്തി വണ്ടിക്കകത്ത് കിടക്കുന്നു. അവരെ കല്ലുകൾ ഇടിച്ചും വെടിവെച്ചും തല്ലിയെല്ലാം പീഡിപ്പിച്ചതിന് ശേഷമാണ് പെട്രോൾ എടുത്ത്. അപ്പം ഇവിടെ അവർ ഇല്ലാതിരുന്ന വേറൊരു വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കത്തി കഴിഞ്ഞ വയറ് ഷോർട്ടായിട്ട് സ്റ്റാർട്ടായിട്ട് ഗിയറിലായതുകൊണ്ട് ചാടി ആ റോഡിലേക്ക് കയറിയത്. 2 വണ്ടി കത്തിപ്പോയി, ഒരു വണ്ടിക്കകത്ത് ഇവരുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടുത്തെ ആക്ച്വലി അവർ ബാപ്റ്റിസ്റ്റ് അല്ല, അവർ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷനാണ്, IEM. അതിനുശേഷം ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ വലിയൊരു പള്ളിയുണ്ട്, പ്രയർ ഹോള്. അത് ബാപ്റ്റിസ്റ്റുകാരാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പോയതിനു ശേഷം ഇവിടെയുള്ള ആൾക്കാർ ചിതറിക്കപ്പെട്ടവരെയൊക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമല്ല, അവരുടെ വിശ്വാസത്തിൽ അവർ പല ഗ്രൂപ്പായിട്ട് മാറിപ്പോയി. സ്വാധീന സഭകൾ, ഇൻഡിപെൻഡന്റ് ചർച്ചസിലേക്ക് പോയി. അതുപോലെ തന്നെ വിശ്വാണി എന്ന് പറഞ്ഞൊരു സഭയിലേക്ക് പോയി, ബാപ്റ്റിസ്റ്റിലേക്ക് പോയി, പെൻഡകോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് കിടക്കുന്നത്. നമുക്ക് ചോദ്യം വരും, ഇവിടത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞത്, പിന്നെ മിസ്സസ് ഗ്ലാഡീസ്, അദ്ദേഹത്തിൻ്റെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വൈഫ് പറഞ്ഞു, നമ്മളങ്ങനെ എഴുതി വെക്കുമോ മോണമെന്നൊന്നും വേണ്ട. ഈ പള്ളിയുടെ ഫ്രണ്ടെല്ലാം അതുപോലെയുള്ള ഓടായിരുന്നു. ഓടും കഴുക്കോലും പട്ടിയെല്ലാം കത്തിപ്പോയതാണ്. പിന്നീടാണ് ഇവർ ഇതാക്കിയത്. ഇത് വ്യാഴാഴ്ചകളിൽ ഇവർ ഇവിടെ ഇതിനകത്ത് പ്രയർ നടത്തും. ഞായറാഴ്ച തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്മാരകമായിട്ട് ഇവിടെ ഒന്നുമില്ല. ബറിയൽ ചെയ്തിരിക്കുന്നത് ബാരിപ്പതായിലാണ്, ഹെഡ് ക്വാർട്ടേഴ്സിൽ. അവിടെ ആ സ്ലാബും നല്ല ഒരു ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും സ്മാരകമായിട്ടൊന്നും ഇല്ല. പിന്നെ ബാരിപ്പതായിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഒരു ഹോസ്പിറ്റലുണ്ട്. അവരുടെ റെസിഡൻസ് കൂടാതെ ഒരു ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലെപ്രസോറിയം അവിടുന്ന് ഒരു 2 കിലോമീറ്റർ, ടൗണിൽ നിന്നൊരു 2 കിലോമീറ്റർ പുറത്താണ്. അവിടെ ഇപ്പോഴും അവർ നോക്കുന്നുണ്ട്. വണ്ടിയൊക്കെ എന്താണെന്ന് അറിയാം. അതൊക്കെ ഇവിടെ എവിടെയെങ്കിലും എടുത്തിട്ടെങ്കിൽ തന്നെ അതെല്ലാം തുരുമ്പ് പിടിച്ചില്ലാതെ ആയിരിക്കും. അത് 25 വർഷം കഴിഞ്ഞല്ലോ. ജനുവരി 22-ന് 25 വർഷം കഴിഞ്ഞു. ജൂബിലി കഴിഞ്ഞു.